ഇപ്പോൾ കാലാവസ്ഥ നന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മഴ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നല്ല വെയിലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ട് നല്ല വെയിലും വെട്ടമൊക്കെ കാണുമെന്ന്. പക്ഷേ ഇപ്പോൾ തുലാമഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉള്ളിയും പയറും ഒക്കെ പാകിയിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലെ പയറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഏകദേശം ഇത്രയൊക്കെ എത്തിയിട്ടുണ്ട്. അതായത് പടർന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പൂത്തിട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും ഇത്രയൊക്കെ ഒന്ന് എത്തിയിട്ടുണ്ട്. ഇവിടെ പയറല്ലാതെ വേറെ ഒന്നും ഇപ്രാവശ്യം നട്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇത് വയലറ്റ് പയറാണ്. എനിക്കിത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കുറേ നട്ടിട്ടുണ്ട്. ഈ ഒരു ജീവിയെ കണ്ടോ, ഇത് വന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ജോയിൻ്റ് ഭാഗത്ത് വന്നിരിക്കും. എന്നിട്ട് അതിൻ്റെ നീര് മൊത്തം ഊറ്റി കുടിക്കും. ഞാനത് പിന്നീടാണ് ഈ ഒരു സംഭവം ശ്രദ്ധിച്ചത്. കാരണം ഈ കുറേ കണ്ടില്ലേ ഇങ്ങനെ ഇല ഇങ്ങനെ വാടിക്കിടക്കും. ഞാൻ ആദ്യം വിചാരിച്ചു വേറെ എന്തെങ്കിലും രോഗം വല്ലതും ആയിരിക്കുമെന്ന്. ഈ ഒരു ജീവി ഇതിൻ്റെ നീര് ഊറ്റി കുടിക്കുന്നതാണ്. അപ്പം നേരത്തെ ഒരു പയർ ഫുള്ള് ഇങ്ങനെ ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ അത്യാവശ്യം അത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ജീവി കാരണമാണ് കേട്ടോ ഇങ്ങനെ ഇത് ഉണങ്ങി വരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു മഞ്ഞളൊക്കെ ഇപ്പോൾ ഏകദേശം ഒന്ന് പറിക്കാനായി വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ. മഞ്ഞളിൻ്റെ പൂവാണ് കേട്ടോ ഇത്. നമുക്ക് ഇപ്രാവശ്യം ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഫ്രണ്ടിലുള്ള മഞ്ഞളൊക്കെ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതിൻ്റെ വിളവെടുപ്പും വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പം ഇതിൻ്റെ ഇലയൊക്കെ ആണെങ്കിലും ഏകദേശം ഒന്ന് ഒരു മഞ്ഞ കളറിലോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ മഞ്ഞളൊക്കെ ഫുള്ള് ഇലയെല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം നമ്മൾ മഞ്ഞൾ എടുക്കാനായിട്ട്. നന്നായിട്ട് വിളഞ്ഞ മഞ്ഞൾ വേണം നമ്മൾ പൊടിക്കാനൊക്കെ ആയിട്ട് എടുക്കാനായിട്ട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് വെണ്ടയ്ക്കയൊക്കെ ഉണ്ട്. പിന്നെ തക്കാളി വഴുതന. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ വീഡിയോയിൽ ചോദിച്ചാണ് കേട്ടോ, കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മുട്ട വഴുതനയാണോ എന്നുള്ളത്. ഇത് മുട്ട വഴുതനയല്ല, ഇത് തക്കാളി വഴുതന എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് നമ്മൾ അധികം മൂക്കാത്ത വഴുതനങ്ങയ്ക്കകത്ത് ഒരു തക്കാളിയുടെ ഒരു പുളിപ്പുണ്ടായിരിക്കും കേട്ടോ. ഈ ഒരാളെ കണ്ടില്ലേ, ഇതിന് നമ്മളിവിടെ ആട്ടുംപുഴു എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഫുള്ള് കയറി ഈ ഒരു ഇല ഫുള്ള് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലാണ്. പിന്നെ ഇത് നമ്മുടെ പാളയംകോടൻ കൊലയൊക്കെ ഇപ്പം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇന്നത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാങ്ങായിഞ്ചി നടലാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമുക്കിവിടെ വീട്ടിൽ കുറേ പണിയും കാര്യങ്ങളൊക്കെ വന്നപ്പം കുറേ സിമൻ്റൊക്കെ മൂടി എല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ കുഞ്ഞി ഉണ്ടകളുണ്ടല്ലോ, ഇത് കുറേ എടുത്തിട്ട് ഞാൻ എവിടെയെങ്കിലും ഒരു ചട്ടിക്കകത്ത് കൊണ്ടങ്ങ് നട്ടുവെച്ചു. എന്തായാലും ഇപ്രാവശ്യം അത് എടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതായത് ഒരു കുഞ്ഞ് ചെറിയൊരു കഷ്ണം കൊണ്ട് വെച്ചതായിരുന്നു. അപ്പം ഞാൻ എന്താ വിചാരിച്ചു അതെന്തായാലും നട്ട് വെച്ചേക്കാന്നേ. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മഴയും കൂടെ അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ ഞാനത് എടുത്തുനിന്ന് നടാമെന്ന് വിചാരിച്ചു. മാങ്ങ ഇഞ്ചിയുടെ ഒക്കെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നടുന്ന രീതിയും ഒക്കെ. എനിക്ക് തോന്നും ചിലർക്കൊന്നും അറിയില്ലായിരിക്കും ഈ മാങ്ങ ഇഞ്ചി എന്താണെന്നുള്ളത്. ഈ മാംഗോ ജിഞ്ചർ എന്ന് പറയും. അതായത് മാങ്ങയുടെ ഒരു മണമൊക്കെ ഉണ്ട് ഇതിന്. ഒരു ചെറിയൊരു ടേസ്റ്റും ഉണ്ട്. പിന്നെ ഇഞ്ചിയുടെ ബാക്കി ഗുണങ്ങളൊക്കെയാണ് ഉള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മരുന്ന് തന്നെയാണ്. അതായത് നമ്മുടെ ഈ സാധാരണ ഇഞ്ചിയേക്കാളും ഒത്തിരി ഔഷധ ഗുണങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടാൻ, ദഹനശക്തിയൊക്കെ കൂട്ടാൻ, അങ്ങനെയൊക്കെ കുറേ ഗുണങ്ങൾ ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പറിച്ചു വെച്ചപ്പോൾ ഇതെന്തായാലും മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വളർന്നും വരും. ശരിക്കും ഇത് നമ്മൾ നിലത്ത് മണ്ണിൽ നടുന്നതാണ് നല്ലത്. ഇത് സാധാ ഇഞ്ചി പോലെയല്ല, ഇത് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഒരു കുഞ്ഞു കഷ്ണമാണ് നട്ടതെങ്കിലും പ്രാവശ്യം നന്നായിട്ട് നല്ല വലിപ്പത്തിലുള്ള ഇഞ്ചിയൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് എപ്പോഴും നിലത്ത് നടുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഞാനിവിടെ നമുക്ക് ഈ വെയിലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം വെച്ചിട്ടും പിന്നെ എപ്പോഴെങ്കിലും എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി വെക്കാം എന്നുള്ള രീതിയിൽ ഈ ഒരു ചട്ടിയിലും ഒക്കെ അങ്ങ് നട്ട് വെക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് ഇത് വേരൊക്കെ ഇറങ്ങി പോകുന്ന ഒരു ഇഞ്ചിയാണിത്. ഇടയ്ക്ക് കുറച്ച് വറ്റൽമുളക് പാകിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ഏകദേശം കിളിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം നടേണ്ട ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പം മഴയും കൂടിയൊക്കെ ആണല്ലോ, അപ്പോൾ അതെന്തായാലും നന്നായിട്ട് വളർന്നോളും. പിന്നെ നമുക്കിവിടെ ചട്ടിയും കുറച്ച് ഗ്രോ ബാഗും ഒക്കെ ഒഴിവുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഈ ഒരു പച്ചമുളകിൻ്റെ തൈയെല്ലാം നട്ട് വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളായിരുന്നു.